എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപ, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപ, ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചത്. അപ്പൊ ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പൊ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷന്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷന്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്താണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTCയിലുള്ളതിനകത്ത് ഇവർക്ക് യാതൊരു കാര്യമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ 113 ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റാണ്. ഈ എഗ്രിമെന്റിൽ കോർപ്പറേഷൻ, ഗവൺമെന്റ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ്, ഈ 3 കമ്പനികൾ തമ്മിലാണ് എഗ്രിമെന്റ് ഉള്ളത്. ഈ എഗ്രിമെന്റിലെ ഒരു ക്ലോസിൽ പറയുന്നു, ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി, വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ്, നന്നായി ഓടുന്നുണ്ടോ, എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറയുന്നില്ല. ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTC ആണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTC. ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായി. ഞാൻ മന്ത്രിയായി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. വിവാദം ഉണ്ടാക്കിയ നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. നഷ്ടത്തിൽ തന്നെയായിരുന്നു. അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു, ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം. ഇന്ന് അത് KSRTCയുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ഒരു പ്ലാനിങ്, ഞങ്ങളുടെ ഒരു ഷെഡ്യൂളിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് 8500 മുതൽ 9000 രൂപ വരെയാണ് ശരാശരി വരുമാനം. ഇത് കേരളത്തിൽ ജനങ്ങൾ കേൾക്കണം. ഈ 2500 നിന്ന് 2 വർഷം കൊണ്ട് 8000, 2 വർഷമല്ല അതിനു മുമ്പേ ആയിക്കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 8000 മുതൽ 8500, 9000 രൂപ വരെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു. പിന്നെ ഈ ന്യൂസ് 18 പോലുള്ള ചില ചാനലുകൾ പറയുന്നത് KSRTCക്ക് പണി കിട്ടിയെന്ന മണ്ടത്തരം പറയരുത്. KSRTC നഷ്ടത്തിലേക്ക് വന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഇതൊരു നിസ്സാര കാര്യമാണ് KSRTC എന്നത്. KSRTCയുടെ വരുമാന വർധനം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ളതാണ്. KSRTC എല്ലാ ഡിപ്പോയും ലാഭത്തിലാക്കിയെന്ന് KSRTC CMD തന്നെ പറഞ്ഞു. അത് ഈ വണ്ടി ഓടിയിട്ടാണോ? ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു, ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇതിന്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ ടയർ 40,000 45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ പോകും. പക്ഷെ ഇതിന്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം, അടുത്ത വർഷമൊക്കെ ഇതിന്റെ ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൽ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്, ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പൊ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിന്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരും. ഓടി വരെയാണ് ഇപ്പൊ പുതുതായിട്ട് വരുന്നുണ്ട്. അതിന്റെ വില എന്ന് പറയുന്നത് 28 ലക്ഷം. ഇതിന്റെ വില 1 കോടി രൂപയാണ്. ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ, 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. ജനങ്ങൾ മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതിൽ ഇപ്പൊ 8,000 രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ 42 രൂപ ഒരു കിലോമീറ്ററിന് പെർ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നത് 27 രൂപ 26 രൂപയായിരുന്നു. ഇപ്പോഴത് 42 വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് 50-ന് മേളിൽ
പിടിക്കുകയും കിട്ടുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ഓടുന്ന വണ്ടികൾ. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല, ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല, അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം, മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു, അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സർക്കാർ ഞങ്ങളുടെ ഡിപ്പോയിൽ ഇടാൻ പറ്റില്ല. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഈ ഗ്രാമപ്രദേശം പോത്തൻകോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ്. കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ്, നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തൻകോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട്. ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തൻകോടിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക്. നെയ്യാറ്റിൻകര ഉള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനംകോട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റത്തില്ല. KSRTC സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്രക്കാർ കയറിയെ കൊണ്ടുവരും. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങലും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്, ബാറ്ററി വണ്ടി. അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല.